സിഡ്നിയിലെ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ലോകം. ബോണ്ടി ബീച്ചിലാണ് ആൾക്കൂട്ടത്തിന് നേരെ ഭീകരർ നിറയൊഴിച്ചത്. ജൂതന്മാരുടെ ഹനൂക്ക ആഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിൽ പതിവിലധികം ആളുകൾ ഉണ്ടായിരുന്നു. ബീച്ചിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിലയുറപ്പിച്ച ഭീകരർ ആൾക്കൂട്ടത്തിനെ ലക്ഷ്യമിട്ട് വെടിയുതിർക്കുകയായിരുന്നു. അക്രമികളെ പോലീസ് കീഴ്പ്പെടുത്തി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. 24-കാരനായ നവീദ്, പിതാവ് സജീദ് അക്രം എന്നിവരാണ് കൂട്ടക്കൊല നടത്തിയത്. സജീദ് അക്രം പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിടിയിലായ നവീദ് അക്രം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പാകിസ്ഥാൻകാരാണ് ഇവർ. വംശീയ വിദ്വേഷമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അധികൃതർ പറയുന്നത്. അതിനിടയിൽ ഒരു പഴക്കച്ചവടക്കാരന്റെ ധീരതയെ ലോകം വാഴ്ത്തുകയാണ്. അഹമ്മദ് അൽ അഹമ്മദാണ് അക്രമിയെ നേരിട്ടത്. 45-കാരനായ അഹമ്മദിന് 2 തവണ വെടിയേറ്റിരുന്നു. സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് അഹമ്മദ് അക്രമികൾ ഒരാളെ കീഴ്പ്പെടുത്തിയത്. ലോകം ഹീറോയായി അഹമ്മദിനെ വാഴ്ത്തുകയാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ അഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബോണ്ടി ബീച്ചിൽ പഴക്കച്ചവടം നടത്തുകയാണ് 2 കുട്ടികളുടെ അച്ഛനായ അഹമ്മദ്. സിറിയൻ വംശജനാണ് അഹമ്മദ് അൽ അഹമ്മദ്. അക്രമികൾക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ഓസ്ട്രേലിയൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ASIO അന്വേഷിക്കുകയാണ്. ISന്റെ സിഡ്നി സെല്ലുമായി കൊലയാളികൾ ഒരാൾ 6 വർഷം മുമ്പ് ബന്ധപ്പെട്ടുവെന്ന വിവരമാണ് പരിശോധിക്കുന്നത്. അക്രമികളുടെ കാറിൽ നിന്ന് ISന്റെ പതാക കണ്ടെത്തിയിട്ടുണ്ട്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത വിഭാഗക്കാരുടെ ഹനൂക്ക എന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. സംഭവം ഭീകരാക്രമണമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വെടിവയ്പിൽ 3-മതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഓസ്ട്രേലിയയിലെ വിവിധ മുസ്ലിം സംഘടനകളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തെ അപലപിച്ചു. ആഘോഷത്തിൽ പങ്കെടുക്കാൻ 1000-ലേറെ പേർ എത്തിയിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെടിവയ്പ് ഉണ്ടായതെന്നും ഇതേക്കുറിച്ച് പലതവണ ഓസ്ട്രേലിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ സർക്കാർ പറഞ്ഞു.